ഇസ്രായേലിൽ ലെബനൻ സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓർക്കണം, സീസ് ഫയർ വെടി നിർത്തൽ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലാതെ കുടിയേറ്റം ഇസ്രായേലി സെറ്റിൽമെന്റ്സ് ഒന്നും അവിടെ നിരോധിച്ചിട്ടില്ല. അതിനർത്ഥമാക്കുന്നത് സെറ്റിൽമെന്റ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നാണോ? അല്ല, നടക്കുമെന്നാണോ? ലെബനനിൽ നിന്നും വീഡിയോ ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഫുട്ടേജ് ഞാൻ പ്ലേ ചെയ്ത് തരാം. അതുപോലെ ഈ സീസ് ഫയറിന് തൊട്ട് മുൻപ് ഹെസ്ബുള്ള ഇസ്രായേലിന് നേരെ നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഇസ്രായേലിന് നല്ല രീതിയിലുള്ള അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഫുട്ടേജും പുറത്തു വന്നിട്ടുണ്ട്. അതും ഞാൻ ഇതിന്റെ കൂടെ പ്ലേ ചെയ്ത് തരാം. ആദ്യം തന്നെ നമുക്ക് ലെബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കിംഗ്, ഇന്നലെ നടന്നിട്ടുള്ള അറ്റാക്കിംഗ് ആണ്. അതിന്റെ വീഡിയോ വിഷ്വൽസ് ഒന്ന് കാണാം. ഈ ഒരു സംഭവം നടക്കുന്നത് ലബനനിലെ സദേൺ ലബനനിലെ ബിറ്റ് ജബൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു സ്കൂളാണ് ഇവർ പൊളിച്ചിട്ടുള്ളത്. ഇവർ പറയുന്നത് ഹിസ്ബുള്ളാസ് വെപ്പൺസ്, അവിടെ ഹിസ്ബുള്ളയുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സ്കൂളിൽ, അതുകൊണ്ടാണ് അത് പൊളിച്ചതെന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അതങ്ങനെയാണല്ലോ, അവരെന്ത് പൊളിച്ചാലും ഏത് ബിൽഡിംഗ് പൊളിച്ചാലും ആരെ കൊന്നാലും ശരി, അതൊക്കെ തീവ്രവാദികളായിരിക്കും. അതങ്ങനെ വരാൻ പാടുള്ളൂ. അതാണ് ഇസ്രായേലിന്റെ നിയമം. ഇത് മാത്രമല്ല, ലബനനിൽ പല ബ്രിഡ്ജസും വീടുകളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു ഇസ്രായേലികൾ. അതുപോലെ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ലബനനിൽ, സദേൺ ലബനനിൽ. ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് പോവാം. ഹെസ്ബുള്ള ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത ഒരു വിഷ്വൽ ആദ്യം കാണാം. ഇപ്പോൾ കണ്ടിട്ടുള്ള ഫൂട്ടേജ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ നെഹേരിയ നോർത്തേൺ ഇസ്രായേൽ നെഹേരിയയിൽ അറ്റാക്ക് ചെയ്തതാണ്. ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. കാരണം ഇന്നലെ നൈറ്റ് ആണ് ഈ റിപ്പോർട്ട് ഈ ഒരു അറ്റാക്കിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ഇഞ്ചുറീസ്, അതുപോലെ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുപോലെ ഹെസ്ബുള്ള ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ള മറ്റൊരു അറ്റാക്കിങ്ങിന്റെ വീഡിയോ കൂടിയുണ്ട്, അതൊന്ന് കാണാം. ഈ ഒരു അറ്റാക്കിംഗ് നടന്നിട്ടുള്ളത് നോർത്തേൺ ഇസ്രായേലിൽ തന്നെയാണ്. അതായത് കിരിയത് ഷെമോണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തുന്നത്. ഡയറക്റ്റ് അറ്റാക്ക് ആയിരുന്നു. അതായത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അടിച്ചു പൊളിച്ചൊന്നുമല്ല. ഇവര് അയൺ ഡോമൊക്കെ എവിടെ പോയി എന്ന് ആർക്കറിയാം. അയൺ ഡോമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബീം ഇളക്കിയ ടീംസാണ് ഇപ്പോൾ അത് ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇറാന് ഈ അയൺ ഡോമൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നുപോലും മിസ്സാകുന്നില്ല. എല്ലാം ഇപ്പോൾ ഇസ്രായേൽ വന്ന് പതിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർക്ക് ഇത് വേണമെന്ന് ഞാൻ പറയും. കാരണം അത്രത്തോളം ക്രൂരതകൾ ഇവന്മാർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനെ അവിടുത്തെ പകുതിയിലധികം സിറ്റിസൺസും ഇസ്രായേലി സിറ്റിസൺസും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് അത് കിട്ടേണ്ടതാണ്. ഇനി നമുക്ക് ലെബനൻ ഇസ്രായേലി സീസ് ഫയറിലേക്ക് പോവാം. ഞാൻ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ, ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സീസ് ഫയർ പ്രഖ്യാപിക്കുമെന്ന്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ വിചാരിച്ച ടാർഗറ്റ്, ഇസ്രായേലിന്റെ മിഷൻ അത് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ സീസ് ഫയർ അവിടെ പ്രഖ്യാപിക്കുമെന്ന്. പക്ഷെ ഇന്നലെ രാത്രി തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഞാനും കരുതിയില്ല. അത് പെട്ടെന്നുള്ള പ്രഖ്യാപനമായിരുന്നു. എനിവേ, ഇസ്രായേലി ലെബനൻ സീസ് ഫയർ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലാതെ കുടിയേറ്റം ബാൻ ചെയ്തിട്ടില്ല. ഇസ്രായേലി സെറ്റിൽമെന്റ് ബാൻ ചെയ്തിട്ടില്ല. 2 വിഷ്വൽസ് ഉണ്ട്. ഒന്ന് നെതന്യാഹു ഈ ഒരു സീസ് ഫയറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാം. പിന്നീട് വേറെ ഒന്നുകൂടി കാണാനുണ്ട്. ആദ്യം നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കാം. והסכמתי לפסק זמן, או יותר נכון להפסקת אש זמנית של 10 ימים, כדי לנסות לקדם את ההסכם שהתחלנו לדון בו עם פגישת השגרירים בוושינגטון. לשיחות השלום האלה יש לנו 2 דרישות יסודיות. 1, פירוק חיזבאללה מנשקו. 2, הסכם שלום בר קיימא, שלום מתוך עוצמה. כדי להשיג את הפסקת האש, חיזבאללה התעקש על 2 תנאים. התנאי ראשון, ישראל חייבת לסגת מכל שטחה של לבנון, עד הגבול הבינלאומי. תנאי שני, הפסקת אש במתכונת שקט תמורת שקט. לא הסכמתי לא לזה ולא לזה, ואכן 2 התנאים האלה אינם מתקיימים. אנחנו נשארים בלבנון ברצועת ביטחון מעובה,
זה לא 5 הנקודות שהיו לפני שהגת הערים. זה רצועת ביטחון שמתחילה בים וממשיכה עד ഓക്കെ, ഇവിടെ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് സീസ് ഫയർ, 10 ദിവസത്തെ സീസ് ഫയർ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 കണ്ടീഷൻസ് ആണ് ഇസ്രായേലിൽ വെച്ചിട്ടുള്ളത്, അതായത് നെതന്യാഹു വെച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഡിസാർമമെന്റ് ഓഫ് ഹെസ്ബുള്ളയുടെ വെപ്പൻസ് ഒക്കെ ഒഴിവാക്കണം, അതായത് ഡിസാർമമെന്റ് ചെയ്യണം അവരെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഹെസ്ബുള്ള 2 കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ലെബനൻ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, മെയിൻലി ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇസ്രായേലും ലെബനനിലെ എല്ലാ ടെറിട്ടറിയിൽ നിന്നും പുറത്തേക്ക് പോകണം, ഇന്റർനാഷണൽ ബോർഡറിലേക്ക് പോയിക്കൊള്ളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്ന 2 കണ്ടീഷൻസ്, ആ 2 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ലെബനന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഒരു സെക്യൂരിറ്റി സോൺ, ആ സോണിന്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലി സോൾജേഴ്സ് ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ലെബനനിലേക്ക് പോകാം. ലെബനനിലെ ഒരു വീഡിയോ വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അവിടുത്തെ ബ്രിഡ്ജസ് പൊളിക്കുന്നതും അതുപോലെ വീടുകളൊക്കെ ബുൾഡോസർ വെച്ച് അടിച്ചു തകർക്കുന്നതും ഇസ്രായേലുകൾ അടിച്ചു തകർക്കുന്ന ഫൂട്ടേജ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫൂട്ടേജ് എന്ന് പറയുന്നത് ഏപ്രിൽ 15 തീയതി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഫൂട്ടേജ് ആണ്. അതൊന്ന് കാണാം. איזה הצלחה אדירה. זה הסוף של כל טרוריסט, כל כפר, כל עיר. אנחנו נגיע נשמיד, נשבור ונהרוס. היידה! עם ישראל חי! നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് സദേൺ ലെബനനിലെ ഒരു പ്ലേസ് ആണ്, ഒരു സിറ്റിയാണ്. അടിച്ച് തകർത്തിട്ടുണ്ട്. ഇതുപോലെ ഇന്നലെ അടക്കം അവർ പല സിറ്റിയിലും അവിടുത്തെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ബുൾഡോസർ വെച്ച് അടിച്ച് തകർത്തിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഇവരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി ഇങ്ങനെയാണ്. ആദ്യം അവിടെ അറ്റാക്ക് ചെയ്യും, അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ അടിച്ചു തകർക്കും. അതായത് അതൊരു മരുഭൂമി പോലെ ആക്കും. അതായത് അവിടെ ഒന്നും അവശേഷിപ്പിക്കില്ല. ആളുകളാവട്ടെ ബിൽഡിങ്സ് ആവട്ടെ ഒന്നും, ഒരു ഇൻഫ്രാസ്ട്രക്ചറും വെക്കില്ല, എല്ലാം അടിച്ചു തകർക്കും. അതിനുശേഷം ഇവരിപ്പോൾ പറഞ്ഞു ഇവർ ഇവിടുന്ന് പോവില്ല, അതായത് ഒരു സെക്യൂരിറ്റി സോൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുമെന്ന് പറഞ്ഞു, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ പിന്നീട് അവർ ചെയ്യുക സെറ്റിൽമെന്റ്സ് ആയിരിക്കും. അതായത് ഒരു 10 സെറ്റിൽമെന്റ്സ് ഒക്കെ ആദ്യം തുടങ്ങും, പിന്നെ ഒക്യുപ്പൈ ചെയ്ത് സെറ്റിൽമെന്റ്സ് കൂട്ടി ഒക്യുപ്പൈ ചെയ്ത് അങ്ങനെ സദേൺ ലെബനൻ അവർ പറഞ്ഞിട്ടുള്ള ആ റിവർ വരെ, ലിഥീനിയ റിവർ വരെ അവർ പിടിച്ചടക്കും. ഇതിന്റെ ഇടയിൽ ഹെസ്ബുള്ള അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സീസ് ഫയർ അഗ്രിമെന്റ് അവർ നിഷേധിച്ചു എന്ന് പറഞ്ഞ് അവരെ ഇനിയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും ദിവസം സീസ് ഫയർ ഒന്നും പ്രഖ്യാപിച്ചില്ല. ലിത്വേനിയ റിവർ ഇന്നലെ അതുവരെ അറ്റാക്കിങ് നടന്നു കഴിഞ്ഞു. അതിനുശേഷം അതിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ഇന്നലെ സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സീസ് ഫയർ എന്ന് പറയുന്നത് വെടിനിർത്തൽ മാത്രമാണ്. ഇനി അവരെന്ത് ചെയ്യും? അവരുടെ ഫോഴ്സിനെ ഉപയോഗിച്ച് ആ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബുൾഡോസറിൽ വെച്ചിട്ട് അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ തകർക്കുന്നുണ്ട്. പിന്നീട് അവിടെ സെറ്റിൽമെന്റ്സ് തുടങ്ങും, അത് കണ്ടിന്യൂ ചെയ്തിട്ട് ആ സ്ഥലം അങ്ങനെ ഒക്യുപ്പൈ ചെയ്തെടുക്കും. ഇവരുടെ സീസ് ഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം, പലസ്തീനിലൊക്കെ സീസ് ഫയർ വെച്ചിട്ട് ഇന്നേക്ക് വരെ എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ള കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ, കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സീസ് ഫയർ, അതായത് ഒരു മോറൽ, ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു ടീമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഒന്നായിരിക്കും, ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും. എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ അടിക്കും, അവിടെ ഉള്ള സമാധാനങ്ങളെയും ആളുകളെയും കൊല്ലും. എത്രത്തോളം വാർ ക്രൈംസ് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു അവരുടെ ഭരണാധികാരി, അവരുടെ പ്രധാനമന്ത്രി നെതന്യാഹു, ഇയാളുടെ പേരിൽ അറസ്റ്റ് വാറണ്ട് വരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ആളാണ് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ ബാക്കിയുള്ള അവസ്ഥ. ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒക്യുപ്പൈഡ് പലസ്തീൻ എന്ന് പറയുന്ന പോലെ ഒക്യുപ്പൈഡ് ലെബനൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഇസ്രായേലികൾ താമസിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അവരുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി. അടിച്ചു പൊളിക്കും, പിന്നീട് അവിടെ സെറ്റിൽമെന്റ്സ് നടത്തും. അങ്ങനെ അവർക്ക് വേണ്ടത്ര അവർ ഇന്നലെ വരെ ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതായത് അവരുടെ ടാർഗറ്റ് ഇവർ ഇന്നലെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സീസ് ഫയർ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതാണ് ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇവർ ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ അടിക്കുമെന്ന് ഇതിനു മുൻപ് തന്നെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.